കഴിഞ്ഞ 5 പതിറ്റാണ്ടുകളായി കേരളത്തിന്റെ സാമൂഹികവും സാമ്പത്തികവുമായ നട്ടെല്ലായി നിലകൊള്ളുന്നത് ഗൾഫ് നാടുകളിലേക്കുള്ള പ്രവാസം തന്നെയാണ്. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ചരിത്രപരമായ കണ്ടെത്തലോടെ മരുഭൂമിയുടെ മടിത്തട്ടിൽ നിന്ന് ഉയർന്നു വന്ന ആധുനിക നഗരങ്ങൾ ലോക ചരിത്രത്തിൽ തന്നെ അപൂർവമായ വികസന അത്ഭുതങ്ങളാണ് സൃഷ്ടിച്ചത്. ഭൂമിക്കടിയിൽ പ്രകൃതി കനിഞ്ഞരുളിയ ഈ എണ്ണശേഖരം വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് അറബ് നാടുകളെ ലോക സമ്പന്നതയുടെ കൊടുമുടിയിലെത്തിച്ചു. ഈ വികസന കുതിപ്പിനാവശ്യമായ മനുഷ്യ വിഭവശേഷി നൽകുന്നതിൽ മുൻപന്തിയിലുണ്ടായിരുന്നത് മലയാളികളടക്കമുള്ള പ്രവാസികളായിരുന്നു. മലയാളിക്ക് ഗൾഫ് എന്നത് കേവലം ഒരു ജോലിസ്ഥലമായിരുന്നില്ല, മറിച്ച് ജീവിതം കെട്ടിപ്പടുക്കാനുള്ള ഒരു പറുദീസയായിരുന്നു. എണ്ണപ്പാടങ്ങളിൽ നിന്ന് ലഭിച്ച അളവറ്റ സമ്പത്ത് നാട്ടിൽ വലിയ വീടുകൾ പണിയാനും മക്കളുടെ മികച്ച വിദ്യാഭ്യാസവും വിവാഹവും ഉറപ്പാക്കാനും കുടുംബത്തിൻ്റെ അന്തസ്സുയർത്താനും പ്രവാസികളെ സഹായിച്ചു. അക്കരെ കടന്നാൽ ജീവിതം രക്ഷപ്പെട്ടു എന്ന പൊതുബോധം കേരളത്തിലെ ഗ്രാമങ്ങളിൽ നിന്ന് വലിയൊരു തലമുറയെ തന്നെ അറബ് തീരങ്ങളിലേക്ക് ഒഴുക്കി. എങ്ങനെയെങ്കിലും ഒരു ഗൾഫ് വിസ സംഘടിപ്പിക്കുക എന്നത് ഒരു ശരാശരി മലയാളിയുടെ ഏറ്റവും വലിയ ജീവിത ലക്ഷ്യമായിരുന്ന ഒരു സുവർണ കാലമായിരുന്നു അത്. എന്നാൽ ആ കാലം പതുക്കെ മങ്ങുകയും ഗൾഫ് നാടുകൾ തങ്ങളുടെ സാമ്പത്തിക അടിത്തറയിൽ വലിയ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുന്ന കാഴ്ചയാണ് ഇന്ന് നാം കാണുന്നത്. ഗൾഫ് എന്നത് പരിധിയില്ലാത്ത സാധ്യതകളുടെ നാട് എന്നതിൽ നിന്ന് വലിയ റിസ്ക് എടുത്താൽ മാത്രം പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരിടമായി ഇന്ന് രൂപാന്തരപ്പെട്ടിരിക്കുന്നു. അനിയന്ത്രിതമായ പ്രവാസി കടന്നുകയറ്റവും അവസരങ്ങളുടെ ദൗർലഭ്യവും വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവും കാരണം പഴയതുപോലെ ഏജൻസികൾ വഴിയോ വിസിറ്റ് വിസയിലോ പോയി ഒരു സാധാരണ ജോലി സമ്പാദിക്കുക എന്നത് ഇന്നേതാണ്ട് അസാധ്യമായി മാറിയിരിക്കുന്നു. ഇതിനു പുറമെ ഇന്നത്തെ യുവതലമുറ ഗൾഫ് മതിയാക്കി യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും കാനഡ, ഓസ്ട്രേലിയ തുടങ്ങിയ ഇടങ്ങളിലേക്കും കൂട്ടത്തോടെ കുടിയേറുകയാണ്. പൗരത്വം, പെർമനന്റ് റെസിഡൻസി സൗകര്യം, കുടുംബത്തോടൊപ്പമുള്ള സുരക്ഷിതമായ ഭാവി എന്നിവ പാശ്ചാത്യ രാജ്യങ്ങൾ വാഗ്ദാനം ചെയ്യുമ്പോൾ ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോഴും താൽക്കാലിക തൊഴിലിടങ്ങൾ മാത്രമായി തുടരുന്നു എന്നതാണ് ഈ മാറ്റത്തിന്റെ പ്രധാന കാരണം. മുൻകാലങ്ങളിലെ പോലൊരു ആകർഷണം ഗൾഫിനോട് മലയാളിക്കില്ലാതെ വരുന്നത് ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. ഗൾഫ് രാജ്യങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ മാറ്റം അവയുടെ സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാനപരമായ ചുവടുമാറ്റമാണ്. ആഗോളതലത്തിൽ ലോകം ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്ന് ഗ്രീൻ എനർജി സ്രോതസ്സുകളിലേക്ക് അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. കാലാവസ്ഥാ വ്യതിയാനവും പരിസ്ഥിതി പ്രശ്നങ്ങളും ലോകരാജ്യങ്ങളെ പ്രകൃതി സൗഹൃദ ബദലുകൾ തേടാൻ നിർബന്ധിതരാക്കിയിരിക്കുന്നു. ഇലക്ട്രിക് വാഹനങ്ങളുടെ വിപ്ലവകരമായ കടന്നുവരവ്, സോളാർ, കാറ്റ് തുടങ്ങിയ പുനരുപയോഗ ഊർജ്ജങ്ങളുടെ ഉപയോഗം, ആണവോർജ്ജം, എഥനോൾ, ഗ്രീൻ ഹൈഡ്രജൻ തുടങ്ങിയ ബദൽ ഇന്ധനങ്ങളുടെ ഉൽപ്പാദനവും എന്നിവയെല്ലാം എണ്ണയുടെ ഭാവി ആവശ്യകതയെ ചോദ്യം ചെയ്യുകയാണ്. പശ്ചിമേഷ്യയിൽ അടിക്കടി ഉണ്ടാകുന്ന സംഘർഷങ്ങളും ക്രൂഡ് ഓയിൽ വിലയിലെ അസ്ഥിരതയും ഈ മാറ്റത്തിന് ആക്കം കൂട്ടുന്നു. ക്രമേണ ഫോസിൽ ഇന്ധനങ്ങളുടെ ഡിമാൻഡ് കുത്തനെ കുറയുമെന്ന യാഥാർത്ഥ്യം ഗൾഫ് രാജ്യങ്ങളിലെ ഭരണാധികാരികൾ കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എണ്ണയെ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോയാൽ തങ്ങളുടെ സമ്പദ് വ്യവസ്ഥ തകർന്നടിയുമെന്ന് മനസ്സിലാക്കിയ അറബ് രാജ്യങ്ങൾ വൻതോതിലുള്ള സാമ്പത്തിക വൈവിധ്യവൽക്കരണത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. എണ്ണ ഇതര വരുമാന മാർഗങ്ങൾ കണ്ടെത്തുക എന്നത് ഇന്ന് ഗൾഫ് രാജ്യങ്ങളുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. സൗദി അറേബ്യയുടെ വിഷൻ 2030, അതുപോലെ UAEയുടെ നെറ്റ് സീറോ 2050 തുടങ്ങിയ വൻകിട പദ്ധതികൾ ഈ ലക്ഷ്യം മുൻനിർത്തിയുള്ളതാണ്. ദുബായ് ഉൾപ്പെടെയുള്ള നഗരങ്ങൾ വിനോദസഞ്ചാരം, റിയൽ എസ്റ്റേറ്റ്, ആധുനിക ഹെൽത്ത് കെയർ, ലോജിസ്റ്റിക്സ്, നിർമ്മിത ബുദ്ധി, ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥ എന്നീ പുതിയ മേഖലകളിലേക്കാണ് ഇപ്പോൾ കോടിക്കണക്കിന് ഡോളറുകൾ നിക്ഷേപിക്കുന്നത്. ലോകോത്തര വിനോദസഞ്ചാര കേന്ദ്രങ്ങളാക്കി തങ്ങളുടെ രാജ്യങ്ങളെ മാറ്റാൻ അവർ മത്സരിക്കുമ്പോൾ പുതിയ നഗരങ്ങൾ നിർമ്മിക്കപ്പെടുന്നു. വമ്പൻ ഷോപ്പിംഗ് മാളുകളും അമ്യൂസ്മെന്റ് പാർക്കുകളും ഉയരുകയാണ്. വ്യവസായങ്ങൾക്കും വിദേശ നിക്ഷേപങ്ങൾക്കും അനുയോജ്യമായ രീതിയിൽ നിയമങ്ങൾ ലഘൂകരിക്കപ്പെടുന്നുണ്ട്. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പഴയ കാലത്തെ പോലെ ബ്ലൂ കോളർ ജോബുകൾക്കല്ല ഇപ്പോൾ പ്രാധാന്യം നൽകുന്നത്. മറിച്ച് ഗോൾഡൻ വിസകളും നീണ്ടകാല താമസാനുമതികളും നൽകി ലോകമെമ്പാടുമുള്ള മികച്ച പ്രതിഭകളെയും നിക്ഷേപകരെയും സാങ്കേതിക വിദഗ്ധരെയും അവർ ആകർഷിക്കുകയാണ്. നോളജ് ബേസ്ഡ് ഇക്കോണമിയിലേക്കുള്ള ഈ പരിവർത്തനം ഗൾഫിൻ്റെ തൊഴിൽ സാധ്യതകളുടെ മുഖച്ഛായ പൂർണ്ണമായി മാറ്റി എഴുതിയിരിക്കുന്നു. ഗൾഫ് രാജ്യങ്ങളുടെ സാമ്പത്തിക ഘടന മാറുന്നതിനോടൊപ്പം തന്നെ തൊഴിൽ രംഗത്ത് അവർ നടപ്പിലാക്കുന്ന തദ്ദേശീയവൽക്കരണ നയങ്ങൾ പ്രവാസി സമൂഹത്തിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. തങ്ങളുടെ പൗരന്മാർക്ക് സ്വകാര്യ മേഖലയിൽ ഉൾപ്പെടെ തൊഴിൽ ഉറപ്പാക്കാൻ സർക്കാരുകൾ നിയമം മൂലം നിർബന്ധിക്കുകയാണ്. തദ്ദേശീയ പൗരന്മാരെ ജോലിയിൽ നിയമിക്കണമെന്ന നയങ്ങൾ ശക്തമാകുമ്പോൾ മലയാളിക്ക് ജോലി സാധ്യതകൾ കുറയുന്നു. പണ്ടത്തെ പോലെ വിദ്യാഭ്യാസമില്ലാത്തവരല്ല ഇന്നത്തെ അറബ് യുവത. ലോകത്തിലെ തന്നെ മികച്ച സർവകലാശാലകളിൽ നിന്നും ഉന്നത വിദ്യാഭ്യാസം നേടിയ അവർ ഇന്ന് സാങ്കേതിക വിദ്യയിലും മാനേജ്മെന്റ് രംഗത്തും പ്രവാസികളോട് കിടപിടിക്കുന്നവരാണ്. സ്വാഭാവികമായും സ്വന്തം പൗരന്മാർക്ക് മുൻഗണന നൽകുമ്പോൾ എൻട്രി ലെവൽ, മിഡ് ലെവൽ അതുപോലെയുള്ള തൊഴിലുകളിൽ നിന്നും പ്രവാസികൾ പുറന്തള്ളപ്പെടുന്നു. ഈ മാറ്റങ്ങളെ ഗൾഫിൻ്റെ തകർച്ചയായി കാണുന്നത് തെറ്റായ ധാരണയാണ്. മറിച്ച് ഗൾഫ് നാടുകൾ കൂടുതൽ ആധുനികവും സുസ്ഥിരവുമായ ഒരു സാമ്പത്തിക വ്യവസ്ഥയിലേക്ക് പരിവർത്തനം ചെയ്യുകയാണ്.
വിനോദസഞ്ചാരം, ഹെൽത്ത് കെയർ, ഫിനാൻഷ്യൽ ടെക്നോളജി, പുനരുപയോഗ ഊർജ്ജം എന്നീ മേഖലകളിൽ ഗൾഫ് രാജ്യങ്ങൾ കൈവരിക്കുന്ന പുരോഗതി വൻ സാധ്യതകളാണ് തുറന്നിടുന്നത്. എന്നാൽ ഗൾഫ് എന്ന വാതിൽ പൂർണ്ണമായും അടയുകയല്ല, മറിച്ച് ആ വാതിലിലൂടെ കടക്കാൻ ആവശ്യമായ യോഗ്യതകൾ മാറിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. കേവലം ശാരീരിക അധ്വാനവും കായികാധ്വാനവും മാത്രം കൈമുതലായുള്ള ഒരു പ്രവാസിക്ക് ഇനി അവിടെ വലിയ സ്ഥാനമില്ല. സ്കിൽ അപ്ഗ്രഡേഷൻ അഥവാ പുതിയ കാലത്തിന് അനുയോജ്യമായ രീതിയിൽ സ്വന്തം കഴിവുകൾ മെച്ചപ്പെടുത്തുക എന്നത് മാത്രമാണ് ഇനി ഗൾഫിൽ പിടിച്ചു നിൽക്കാനുള്ള ഒരേയൊരു മാർഗം. പുതിയ കാലത്തെ ഗൾഫ് ആവശ്യപ്പെടുന്നത് IT വിദഗ്ധരെയും ഡേറ്റാ സയന്റിസ്റ്റുകളെയും നിർമ്മിത ബുദ്ധിയിൽ പ്രാവീണ്യമുള്ളവരെയും ആധുനിക മെഡിക്കൽ രംഗത്തെ സ്പെഷ്യലിസ്റ്റുകളെയുമാണ്. പരിസ്ഥിതി സൗഹൃദ സാങ്കേതികവിദ്യ, റിന്യൂവബിൾ എനർജി എഞ്ചിനീയറിംഗ്, ബ്ലോക്ക് ചെയിൻ, സൈബർ സെക്യൂരിറ്റി തുടങ്ങിയ മേഖലകളിൽ വൈദഗ്ധ്യമുള്ളവർക്ക് അവിടെ ഇപ്പോഴും മികച്ച അവസരങ്ങളുണ്ട്. നഴ്സിംഗ് പോലെയുള്ള മേഖലകളിൽ ഇപ്പോഴും വലിയ ഡിമാൻഡ് ഉണ്ടെങ്കിലും അഡ്വാൻസ്ഡ് കെയർ, സ്പെഷ്യലൈസ്ഡ് നഴ്സിംഗ് തുടങ്ങിയ ഉയർന്ന തലങ്ങളിലേക്ക് മാറാൻ നമ്മുടെ ആരോഗ്യ പ്രവർത്തകർക്ക് കഴിയേണ്ടതുണ്ട്. ചുരുക്കത്തിൽ ഇവിടങ്ങളിൽ ജോലി നേടാൻ സാങ്കേതികമായ അറിവും ഉയർന്ന ബിരുദങ്ങളും അത്യാവശ്യമാണ്. എണ്ണയെ മാത്രം ആശ്രയിച്ച് കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് സാങ്കേതിക വിദ്യയുടെയും സുസ്ഥിര വികസനത്തിൻ്റെയും പുതിയ പാതയിലേക്ക് ഗൾഫ് രാജ്യങ്ങൾ ചുവടുമാറ്റുമ്പോൾ അത് സൃഷ്ടിക്കുന്ന പ്രകമ്പനങ്ങൾ കേരളത്തിൻ്റെ സാമ്പത്തിക സാമൂഹിക മേഖലകളിലും പ്രതിഫലിക്കുക സ്വാഭാവികമാണ്. പ്രവാസത്തിൻ്റെ ഗൾഫ് കാലഘട്ടം അവസാനിച്ചിട്ടില്ല, മറിച്ച് അതിൻ്റെ സ്വഭാവം മാറിക്കഴിഞ്ഞു. എണ്ണയുടെ കാലത്ത് നിന്ന് അറിവിൻ്റെയും നൈപുണ്യത്തിൻ്റെയും കാലത്തിലേക്ക് ഗൾഫ് മാറുമ്പോൾ മലയാളി പ്രവാസിയും തൻ്റെ ചിന്താഗതിയും കഴിവും അതിനനുസരിച്ച് നവീകരിക്കേണ്ടതുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം മുതൽ വ്യക്തികളുടെ ചിന്താഗതിയിൽ വരെ ഈ മാറ്റം പ്രതിഫലിക്കേണ്ടതുണ്ട്. പഴയ ഗൾഫ് സ്വപ്നങ്ങളിൽ മാത്രം അഭിരമിച്ചിരിക്കാതെ ലോകം മാറുന്നതിനനുസരിച്ച് നമ്മളും മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നാളെ ഗൾഫ് രാജ്യങ്ങളിൽ വികസനത്തിനായി വിളിക്കപ്പെടുന്നത് വിയർപ്പൊഴുക്കുന്ന തൊഴിലാളികളെയല്ല, മറിച്ച് സാങ്കേതിക വിദ്യയിലും ആസൂത്രണത്തിലും മികവ് പുലർത്തുന്ന വിദഗ്ധരെയാണ്. ലോകത്തെ ഏറ്റവും മികച്ച തലച്ചോറുകളെ മാത്രം സ്വാഗതം ചെയ്യുന്ന ഒരാഗോള ഹബ്ബായി പുതിയ ഗൾഫ് മാറുമ്പോൾ മാറുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് സ്വയം സജ്ജരാകുന്നവർക്ക് ഗൾഫ് ഇന്നും അവസരങ്ങളുടെ ഭൂമിയായി തന്നെ തുടരും. കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് സഞ്ചരിക്കുക എന്നതാണ് പ്രവാസത്തിൻ്റെ ഏറ്റവും വലിയ അതിജീവന തന്ത്രം. എന്നാൽ ആ മാറ്റത്തിന് തയ്യാറാകാത്തവർക്ക് പുതിയ ഗൾഫ് വെറുമൊരു അടഞ്ഞ വാതിലായി അവശേഷിച്ചേക്കാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.